ഇവിടെ ഒരാൾ കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയതാണ് പുഡിങ് ഇരിക്കുന്ന മാങ്ങയൊന്ന് പഴുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള തഞ്ചം പോലും ഇല്ല. രാഖി രാമായണം നല്ല മഴയായിട്ട് എന്നെ വിളിച്ച് കടയിൽ കൊണ്ടുപോയി മാങ്ങയും മേടിച്ചിട്ട് ട്യൂഷൻ കഴിഞ്ഞപ്പോൾ വന്നത്. ഞാൻ വിചാരിച്ചു എന്നാൽ മിൽക്കിൻ്റെ ഒരു ലെയർ, മാങ്കോയുടെ ഒരു ലെയർ, അങ്ങനെയൊക്കെ ഒരു പുഡിങ് ഉണ്ടാക്കി സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചെങ്കിലും നോക്കിയപ്പം ചൈന ഗ്രാസ് ഒരൊറ്റ പാക്കറ്റേ ഉള്ളൂ. അത് ഒരു 5 ഗ്രാമിൻ്റെ ഒരു ചെറിയ പാക്കറ്റ്. അത് വെച്ചിട്ട് ലെയർ ചെയ്യുന്ന പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഇട്ട് ഒരൊറ്റ പുഡിങ് അങ്ങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒരു 1 ലിറ്റർ പാലെടുത്ത് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചതിനകത്തേക്ക് നമ്മുടെ ഒരു മാങ്കോടെ പൾപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. മാങ്ങ അത്രയും പഴുത്തൊന്നും അല്ലാത്തതുകൊണ്ട് ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്ന ചൈന ഗ്രാസിൽ ഇത്തിരി വെള്ളം ചേർത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇത് അരിച്ചതിന് ശേഷം മാത്രം വേണം നമ്മുടെ ഈ മാങ്കോടെ പൾപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ടേ. എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണേ. ഇത്തിരി മിൽക്ക് മെയ്ഡോട് ചേർത്തിട്ടുണ്ട്. ഇത്തിരി ടേസ്റ്റാക്കി ഒന്ന് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്, കാരണം ഇത്തിരി പുളിപ്പും ഉണ്ടായിരുന്നേ. ഇതൊക്കെ ചേർത്തപ്പോൾ ആ പുളിപ്പൊക്കെ ഒന്ന് മാറി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്ത് നമുക്ക് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ച് കൊടുക്കാവേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1-2 കഷ്ണം മാങ്ങാ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കട്ടെ, ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടില്ല. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് സെറ്റായതിന് ശേഷം അതിൻ്റെ മേലിലൊരു ഇമ്മിണി മിൽക്ക് മേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒഴിച്ചു. ചുമ്മാ ഒരു ഡെക്കറേഷൻ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.